السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بالله من الشيطان الرجيم. إلهي أنت مقصودي ورضاك مطلوبي. اللهم اقضي حاجاتنا يا قاضي الحاجات. اللهم ادفع بلياتنا يا دافع البليات. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകുന്ന ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിലൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? ഇന്നത്തെ രാത്രിയാണ് നാമൊക്കെ പ്രതീക്ഷിച്ച പരിശുദ്ധമായ ബറാഅത്ത് രാവുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒട്ടനവധി ശ്രേഷ്ഠതകൾ നിറഞ്ഞ ബറാഅത്ത് രാവിനെ നമ്മൾ വരവേൽക്കുന്നതിന്റെ മുമ്പ് നമ്മളെ മനസ്സ് ക്ലിയർ ആക്കണം. ദിക്റും സ്വലാത്തുകളും ഒക്കെ ചൊല്ലി നമ്മളെ മനസ്സ് നന്നാക്കണം. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആദ്യമായി ഉണർത്താനുള്ളത്, എല്ലാവരും നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളെ കുടുംബക്കാരിലേക്കും നിങ്ങളെ കൂട്ടുകാരിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മളെ മജ്ലിസ് ഷെയർ ചെയ്തു കൊടുക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആമീൻ പറയുമ്പോൾ കമന്റിൽ ആമീൻ എന്ന് എഴുതി വിടണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا وهادينا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجستي الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيم ولي الله المدوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خضر عليه السلام الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഫാത്തിഹ ഓതാം.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. പരിശുദ്ധമായ ബറാത്ത് രാവിനെ നല്ല നിലക്ക് വരവേൽക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അകറ്റി തരണേ അല്ലാഹ്. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുടെ സർവ്വ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മളെ ഖൽബ് ശുദ്ധിയാകാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ എല്ലാറ്റിനും പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി പങ്കെടുക്കുക. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين. അല്ലാഹുവേ ഈ ദുആയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ പ്രയാസങ്ങൾ നീ അകറ്റി തരണേ അല്ലാഹ്. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. എല്ലാ കുടുക്കുകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ ടെൻഷനുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് നരകത്തിനെ തൊട്ടുള്ള കാവലാണ്. ഇന്നത്തെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനകോടി ആളുകൾക്ക് നരകമോചനം നടത്തുകയാണ്. അത് നമുക്കും പഠനം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ ചൊല്ലി തുടങ്ങാം. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ 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 അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ
اللهم أجرني من النار 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 അല്ലാഹുവേ ഈ പ്രാർത്ഥനയുടെ ബർക്കത്ത് കൊണ്ട് നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ് നരകമോചനം നൽകണേ അല്ലാഹ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് നീ ഇന്നത്തെ രാത്രി നരകമോചനം നടത്തുമ്പോ ആ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങൾക്കൊരിടം നൽകണേ അല്ലാഹ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ ഇൻഷാ അല്ലാഹ് നമുക്കൊരു സ്വലാത്ത് ചൊല്ലാം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി وسلم صلى الله على محمد صلى الله عليه 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 وسلم അല്ലാഹു സ്വീകരിക്കട്ടെ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് മദീന കാണാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ ഹജ്ജും ഉംറക്കും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ എല്ലാവർക്കും ആ ഉദ്ദേശം പൂവണിയിച്ചു കൊടുക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ പോകാൻ നിന്നിട്ട് പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ തടസ്സങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാൻ മുത്തുനബിയുടെ പാദം പിൻപറ്റി ജീവിക്കാൻ മുത്തുനബിയെ സ്നേഹിച്ച് ജീവിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി ഒരു ഇസ്തിഗ്ഫാറാണ് നമ്മൾ ചൊല്ലുന്നത് നമ്മളുടെ പാപമോചനം അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്കൊക്കെ നമ്മൾ പൊറുക്കലിനെ ചോദിക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിക്കൊള്ളും ഫലം ഉണ്ടാകും
رب اغفر لي ولوالدي وللمؤمنين 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 അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മാതാപിതാക്കളെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പാപങ്ങളും പൊറുക്കണേ അല്ലാ. ഞങ്ങൾക്ക് കുടുംബസമേതം ഞങ്ങളെ കൂട്ടുകാരത്ത് അയൽവാസികളത്ത് ഞങ്ങളെ സ്നേഹിച്ചവരത്ത് ഭക്ഷണം തന്നവരത്ത് എല്ലാവർക്കും ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവിടെ വെച്ച് സന്തോഷിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്പം ബിസ്മി ചൊല്ലാം, വളരെ ഫായിദുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല ഒട്ടനവധി സ്ഥലങ്ങളിൽ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മളെ കാര്യങ്ങളൊക്കെ നിറവേറാനും ബിസ്മി നമ്മൾ ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കല്ലാ. സിഹിറിനെ തൊട്ട് കാക്കണേ അല്ലാ. കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ. സർവ്വ മുസീബത്തുകളെ തൊട്ടും കാക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി
ഇനി നമുക്കൊരു തസ്ബീഹ് ചൊല്ലാം. ഈ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങളൊക്കെ പൊറുക്കും. അങ്ങനെ പൊറുത്തിട്ട് വേണം ഇന്ന് ബറാത്തിന്റെ രാവിനെ നമ്മൾ വരവേൽക്കാൻ. അതുകൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലിക്കോ. നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുത്തോ. കമന്റ് ബോക്സിൽ ആമീൻ പറഞ്ഞോ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ദുആ വസിയത്ത് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ എഴുതി അറിയിച്ചോ. അല്ലാഹു സ്വീകരിക്കട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി وبحمده سبحان الله 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 وبحمده അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ഈ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യവുമായി പരസ്യമായി തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് മങ്കൂസ് മൗലൂദിൽ ആദ്യത്തെ അൻതഹത്തിലോ ചൊല്ലാം. വളരെ ഫായിദുള്ള ബൈത്താണ് കേട്ടോ. അതുകൊണ്ടാണ് ചില മജ്ലിസുകളിലൊക്കെ നമ്മൾ ഈ ബൈത്ത് എന്നും ചൊല്ലുന്നത്. വളരെ ഫായിദ ഉണ്ട്. നമ്മളെ വീട്ടുകളിലൊക്കെ ഇത് ചൊല്ലുക. ഇതറിയാം. അത് അധിക പഴയ കാലത്ത് ഉമ്മമാർക്കൊക്കെ അത് കാണാതറിയാം. ഇപ്പം മൗലൂദ് പറ്റൂല, മാല മൗലൂദുകൾ പറ്റൂല, ഒന്നും പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ മക്കളൊക്കെ കാക്കട്ടെ, നല്ല സ്വഭാവം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله
മുഹമ്മദുർ റസൂലുള്ളാഹ് ഇർതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസിരിൻ വഅദത് ലക അസ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഇന്നനാ നർജു ഇലാ കൗസി ഹൗലിക ലിൽ അത്വാസ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്സഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഹ്ലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ ലാഹ നജ്മു ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ എമിക്കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദണ്ണം ബബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറകത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എന്തുദ്ദേശം വെച്ചാണോ നമ്മൾ ഈ ബൈത്ത് ചൊല്ലിയതിൽ ആ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി തരട്ടെ, പ്രയാസങ്ങൾ അള്ളാഹു അകറ്റി തരട്ടെ ഇൻഷാ അള്ളാഹ്. നമ്മളുടെ ദാരിദ്ര്യത്തിനെ തൊട്ട് കാവല് ചോദിക്കുകയാണ് അള്ളാഹുവിനോട്. അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിനെ തൊട്ടുള്ള കാവല് ചോദിക്കുകയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. اللهم إنا نعوذ بك من الكفر والفقر 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 اللهم
ഇന്നാ നഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. അല്ലാഹുവേ ദാരിദ്ര്യത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഒരാളെ മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥ സാധുക്കളായ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാഹ്. സാമ്പത്തികമായ ഹല്ല് നൽകണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഈ മാസത്തിൽ ബർക്കത്തിന് വേണ്ടി റസൂലുള്ളാഹി ചോദിക്കാൻ പറഞ്ഞ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് لنا في رجب وشعبان وبلغنا رمضان. اللهم بارك 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 لنا في رجب وشعبان وبلغنا رمضان. الله بركة يتي എല്ലാ മേഖലയിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കളിലെ, കുടുംബത്തിലെ, ജോലിയിലെ, കച്ചവടത്തിലെ, ബിസിനസ്സിലെ, എല്ലാ ദാമ്പത്യ ജീവിതത്തിലെ, മക്കളുടെ പഠനത്തിലെല്ലാം അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മ നമ്മൾ ചെല്ലാൻ പോവുകയാണ് ഇന്നത്തെ രാത്രി. അല്ലാഹു ഒരുപാട് കാവൽ നൽകുന്ന, അപകടങ്ങളെ തൊട്ടൊക്കെ കാവൽ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. അതുകൊണ്ട് ഇന്ന് ചൊല്ലി ഇസ്മ ചൊല്ലി നമ്മൾ ബറാഅത്തിന്റെ രാവിനെ വരവേൽക്കണമെന്നുള്ളതാണ്. യാ സലാമു യാ അല്ലാഹ്, 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 യാ സലാമു യാ അല്ലാഹ്. നിന്റെ കാവൽ നൽകണേ അല്ലാഹ്, നിന്റെ രക്ഷ നൽകണേ അല്ലാഹ്, അപകടങ്ങളെ തൊട്ട് കാത്തോളണേ പടച്ചോനെ. നമുക്ക് അഫ്ളൽ ദിക്ർ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ
إله إلا الله لا 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 إله إلا الله إن شاء الله ഒരു 11 സ്വലാത്ത് നമുക്ക് ചൊല്ലാം. ഇന്ന് സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണം. ഇന്ന് രാത്രിയും ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം കേട്ടോ. നമ്മളിപ്പോൾ 11 സ്വലാത്ത് ചെല്ലുന്നു, മജ്‌ലിസ് അവസാനിപ്പിച്ചാൽ ഇങ്ങനെ സ്വലാത്ത് അടിച്ചു വരുമ്പോഴും മുറ്റടിച്ചു വാരുമ്പോഴും വീട് തുടക്കുമ്പോഴും വൃത്തിയാക്കുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഒക്കെ സ്വലാത്ത് ഇങ്ങനെ നമ്മുടെ നാവിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു 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 അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. ഹാജത്തുകൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മളെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അല്പം ദുആ ചെയ്തിട്ട് നമ്മളെ മജ്‌ലിസ് അവസാനിപ്പിക്കുകയാണ്. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയത് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. സർവ്വ ബുദ്ധിമുട്ടുകളും നീ അകറ്റി തരണേ അല്ലാഹ്. സർവ്വ ടെൻഷനുകളും നീ അകറ്റി തരണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാഹ്. വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു കളയണേ അല്ലാഹ്. കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഓപ്പറേഷൻ പറഞ്ഞവര് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഓപ്പറേഷൻ ഇല്ലാതെ ശിഫ കൊടുക്കണേ അല്ലാഹ്. എന്ത് അസുഖമുണ്ടെങ്കിലും നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, കടം കാരണം പ്രയാസം അനുഭവിക്കുന്ന എത്ര ആളുകളാണ്. അവരുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ കടക്കാരായി മരിപ്പിക്കല്ല അല്ലാഹ്. ഒരാളുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. കടത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ലക്ഷങ്ങൾ കടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ, അവരെ കാക്കണേ റഹ്മാനെ. ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, കാക്കണേ റഹ്മാനെ. എത്ര ആളുകളാണ് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നത്. ഭർത്താക്കന്മാരുടെ ജോലി പ്രശ്നം പറഞ്ഞ് സങ്കടം പറഞ്ഞ ഭാര്യമാരുണ്ട്. മക്കൾക്ക് ജോലിയില്ലെന്ന് പറഞ്ഞ് ഉമ്മമാര് സങ്കടം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ജോലി കൊടുക്കല്ല, ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല, പഠിച്ച ജോലി കൊടുക്കല്ല. വിദേശ രാജ്യത്ത് പോയി ജോലി ശരിയാകാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ, അവർക്ക് നീ നല്ല ജോലി കൊടുക്കണേ അല്ല. ഇന്റർവ്യൂവിൽ പാസ്സാകാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം കൊടുക്കണേ അല്ല. എന്ത് പരീക്ഷയാണെങ്കിലും വിജയം നൽകണേ അല്ല. ബുദ്ധികൂർമ്മ നൽകണേ അല്ല. പഠനത്തിന് നല്ല വർധനവ് നൽകണേ അല്ല. സൽസ്വഭാവമുള്ള മക്കളാക്കണേ അല്ല. ദുസ്വഭാവങ്ങൾ അകറ്റണേ അല്ല. സ്നേഹമുള്ള മക്കളാക്കണേ അല്ല. ഞങ്ങളെ മക്കളുടെ ദുസ്വഭാവങ്ങൾ അകറ്റണേ റഹ്മാനെ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈറ് നൽകണേ അല്ല. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളൊക്കെ മാറി സന്തോഷത്തോടെ ഐക്യത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മയക്കുമരുന്ന്
ഉപയോഗിക്കുന്ന മക്കളുണ്ട്, അതുപോലെ തന്നെ ഭർത്താക്കന്മാരുണ്ടെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ട്. നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. അത്തരം നീചാവൃത്തികളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഇബ്ലീസിന്റെ സിറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവരെ, സിഹർ കണ്ണേറുകളെ തൊട്ട് പൈശാചികമായ എന്ത് സിറുണ്ടോ സിറുകളെ തൊട്ട് ഞങ്ങളെ കാത്തോളണേ അല്ലാ. കുഫറിനെ തൊട്ട് കാക്കണേ അല്ലാ. ആരാധനകൾ ചെയ്യാനുള്ള മടികളെ തൊട്ട് കാക്കണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ കുടുംബങ്ങൾക്ക് നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർക്ക് നൽകണേ അല്ലാ. നിന്നിലേക്ക് അടുക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. പോകാൻ ഉദ്ദേശിക്കുന്നവരുടെ തടസ്സങ്ങൾ നീക്കി കൊടുക്കല്ലാ. മുത്തുനബിയുടെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകല്ലാ. ദുനിയാവും ആഖിറവും നൽകല്ലാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കച്ചവടത്തിൽ ജോലിയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാ. അനുയോജ്യമായ വീട് നൽകണേ അല്ലാ. ഉദ്ദേശിച്ച വീട് നൽകണേ അല്ലാ. തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. കച്ചവടത്തിലൊക്കെ നല്ല വർധനവും ബർക്കത്തും നൽകണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ട് കാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ വിഷമേൽക്കുക, ഷോക്കേൽക്കുക, പിടിമൃഗങ്ങളെ തൊട്ട് കവർച്ചക്കാരെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഞങ്ങളെ കഷ്ടപ്പെട്ട് പൊറ്റി വളർത്തിയ മാതാപിതാക്കള്, ഞങ്ങളെ ഭാര്യ മക്കള്, ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അവരെ ഭാര്യ ഭർത്താക്കന്മാര്, മക്കള്, കുടുംബക്കാര്, അയൽവാസികളുണ്ട്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം തന്നവര്, അല്ലാഹുവേ മുത്തു മുഅ്മിനീങ്ങളുണ്ട് അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാ. സ്വർഗ്ഗം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സാമ്പത്തികമായ ഹല്ല് നൽകണേ അല്ലാ. വലിയ ഉയർച്ച നൽകണേ അല്ലാ. സ്വർഗ്ഗം നൽകണേ അല്ലാ. നിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം നൽകല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഒരുപാട് കാലം രോഗശയിൽ കടക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഞങ്ങൾക്ക് മരണപ്പെട്ടുപോയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗമാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈ ശഅബാനിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. ബറാഅത്തിന്റെ രാവ് നല്ല നിലക്ക് വരവേൽക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇതോടുകൂടെ ഞങ്ങളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീ അകറ്റി തരണേ അല്ലാ. പലർക്കും പല പല പ്രശ്നങ്ങളാണ്, ഒക്കെ നിനക്കറിയാം. എല്ലാ പ്രശ്നങ്ങളും നീ അകറ്റി കൊടുക്കല്ലാ. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ആര് എന്ത് ഉദ്ദേശം വെച്ചാണോ പങ്കെടുക്കുന്നെങ്കിൽ ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ നിറവേറ്റി കൊടുക്കല്ലാ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. ഉച്ചക്കുള്ള മജ്ലിസിൽ ഇന്നത്തെ രാത്രി ചൊല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളും സൂറത്തുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തും. എല്ലാവരും അത് കയറി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.